ബ്ലൂ കളറിൽ 2 ഡിഫറെൻറ്റ് സാരീസ്. ഈ സാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പൊതുവേ നമുക്ക് ബ്രൈഡൽ ലുക്കിൽ സെക്കൻഡ് സാരി ആയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളതാണ്. എന്നാൽ എൻഗേജ്മെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ക്ലോസർ ഫങ്ഷൻസിനൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാനായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. സാധാരണ നമ്മളൊരു ക്രൗഡിൽ അധികം കാണില്ലാത്ത ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് യുണീക്കായിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ബ്ലൂ ഷെയ്ഡ് നമ്മൾ അവൈലബിൾ ആക്കുകയാണ്. ബ്ലൂ ഷെയ്ഡിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പേർപ്പിൾ ടിൻറ്റ് കൂടുതലായിട്ട് നിൽക്കുന്ന ബ്ലൂ ആണ്. ഇതിനകത്ത് ആൻറ്റി ഗോൾഡൻ കളറാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബോർഡർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എഡ്ജ് പോർഷനിൽ ഒരു ബാവഞ്ചി ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ ജാൽ ഡിസൈൻസിൻ്റെയും ഇതൊക്കെ ക്ലോസറിൽ വുഡൻ കാവിങ്സ് ഒക്കെ ടെമ്പിൾസിലും പഴയ വീടുകളിലും ഒക്കെ ചെക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ കാണാൻ പറ്റുന്നൊരു വീവിങ് പാറ്റേൺ ഡിസൈനാണ് ഇങ്ങനത്തെ ഒരു ഫ്ലോറൽ ജാർ ഡിസൈൻ. അത് രണ്ടും അപ്പറിലും ലോവറിലും ഒരേ വിഡ്ത്തിൽ ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെൻറ്റർ പോർഷനിൽ കുഞ്ഞതായിട്ട് വന്നേക്കുന്ന ഡയമണ്ട് ഷേപ്പിലുള്ള വീവിംഗ് ആണ് വന്നേക്കുന്നത്. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് ഡയഗണൽ ലൈൻസ്, അതായത് നമ്മുടെ ഷിബോരി പാറ്റേൺ അല്ലെങ്കിൽ ഡയഗണൽ വീവിങ് സ്റ്റൈലിലാണ് വന്നേക്കുന്നത്. ആ ഒരു ലൈൻ വിത്ത് 4 പെറ്റൽ ഫ്ലവേഴ്സാണ് ത്രൂ ഔട്ട് വന്നേക്കുന്നത്. അതിൻ്റെ ഉള്ളിലും ചെറിയ ചെറിയ ചെക്സും നമുക്ക് കാണാം കേട്ടോ. ചെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പാറ്റേൺസ്, നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ സ്റ്റൈൽ വന്നേക്കുന്നത്. അപ്പറിലും ലോവറിലും ഒരേപോലെ തന്നെയാണ് വന്നേക്കുന്നത്. ആൻഡ് ഈ ഒരു സാരിയുടെ പല്ലുവിൻ്റെ പോർഷൻ, അതായത് മുന്താണി പോർഷനും അതുപോലെ ഹെവി ആയിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ എക്സാക്ട് കളർ എന്ന് പറയുന്നത്. ആ ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു കളർ പാലറ്റാണ്. ആൻഡ് ഇതാണ് എൻ്റെ ഫുൾ കളർ. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കളർ ടോണിലുള്ളവർക്കും നല്ല ഭംഗിയായിട്ട് മാച്ച് ചെയ്യും. ഇപ്പോൾ വീറ്റിഷ് കോംപ്ലക്ഷൻ ഉള്ളവരാണ് നമ്മൾ, അതിൽ ഡാർക്ക് പാലറ്റാണ് എനിക്കിത് ചേരുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറിലൊന്ന് വിസിറ്റ് ചെയ്താൽ മതി. ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലത്താണ് നമ്മുടെ സ്റ്റോർ വരുന്നത്. സ്റ്റോറിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാരി ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഡേ ലൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഈവനിങ് ഫംഗ്ഷൻ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസിലും അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഡയമണ്ട് ജക്കാർഡ് വീവിങ് പാറ്റേൺ ആണ്. ഹൈലൈറ്റ് ചെയ്തൊരു 3rd കളർ കൊണ്ടുവന്നാലും, ഇപ്പം പിങ്ക് ഷെയ്ഡ് അങ്ങനത്തെയൊക്കെ ഷെയ്ഡ്സ് കൊണ്ടുവന്നാലും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഫുൾ സാരി ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ലുക്ക് കേട്ടോ. ഇതാണ് എൻ്റെ സാരിയുടെ ഓപ്പൺ ലുക്ക്. 1 ലെയർ ഇട്ട് ഉടുക്കുമ്പോഴാണെങ്കിലും ബ്രൈഡ്സ് അടുക്കി കുത്തി കൊടുക്കുമ്പോഴാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡ്രേപ്പിംഗ് സ്റ്റൈലിൽ കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ 2 ലെയർ ഇട്ട് പിടിച്ചിട്ടാണെങ്കിലും നല്ല സോഫ്റ്റ് സാരിയാണ് കേട്ടോ. ഇപ്പം ഇത് ഫസ്റ്റ് ടൈം ഓപ്പൺ ആക്കുന്നതാണ് ഇച്ചിരി സ്റ്റാർച്ച് ലുക്ക് നമുക്ക് ചിലപ്പോൾ വീഡിയോയ്ക്കകത്ത് തോന്നുമായിരിക്കും. എങ്കിലും 1 ലെയർ ഇട്ട് കൊടുക്കുന്നതും അടുക്കി കുത്തിയൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴും നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യാം. അതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക്. ഡിഫറെൻ്റായിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കോപ്പർ ഫിനിഷിങ്ങിൽ ഫുൾ ജക്കാർഡിൽ ലൈൻ വീവിങ് പാറ്റേണിനകത്ത് വന്നിരിക്കുന്നതാണ്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. നെക്സ്റ്റ് കളർ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ബ്ലൂ ഷെയ്ഡാണ്. 118 എന്ന കോഡിൽ, അല്ല 119 എന്ന കോഡ് അല്ലേ. SME 119 സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് കേട്ടോ. 16,839 ആണ്. ആൻഡ് ഇതിനകത്ത് വീവിങ് സ്റ്റൈൽസാണ് ഈ സാരിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. ഇതുണ്ടോ, ഇതും ആ ഒരു ഡയഗണൽ വീവിങ് പാറ്റേൺ ആണ്. ഡയഗണൽ വീവിങ് പാറ്റേണിനകത്ത് ക്ലോസറിൽ നോക്കിക്കഴിയുമ്പോൾ ഒരു വെർട്ടിക്കൽ ലൈൻ ആണോ എന്ന് ചോദിച്ചാൽ വെർട്ടിക്കൽ ലൈനാണ്. എന്നാൽ ആ വീവിങ് ഡിസൈൻസ് ഡയഗണലായിട്ടുമാണ് പോയേക്കുന്നത്. ഇതുണ്ടോ, ഡോട്ടഡ് പാറ്റേൺസിൻ്റെയും പേസ്ലി ഡിസൈൻസിൻ്റെയും വീവ് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ആൻഡ് ജോമെട്രിക്കൽ ഡിസൈൻസിൻ്റെ സിഗ്സാഗിൻ്റെയും കതിരിൻ്റെയും ചക്രത്തിൻ്റെയും ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ത്രൂ ഔട്ട് ദ സാരി. ആൻഡ് പല്ലു ഉണ്ടോ, നല്ല ഭംഗിയുള്ള റിച്ച് പല്ലു. നമ്മൾ നേരത്തെ കണ്ട സാരീനേക്കാളും ഇച്ചിരിയും കൂടെ സട്ടിൽ ലുക്ക് അല്ലെങ്കിൽ ബ്രൈറ്റർ ലുക്ക്. അതായത് നേരത്തെ നമ്മൾ ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും കോമ്പിനേഷനാണ് കണ്ടെങ്കിൽ ഇത് ബ്ലൂ ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഉൾവശം കാണിക്കുക. ഇതുണ്ട്, ബ്ലൂ ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ് കാണുന്നത്. കിങ് ഫിഷർ ബ്ലൂവിൻ്റെ കളറും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂവിൻ്റെ കോമ്പിനേഷനുമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ആൻഡ് പല്ലു നമ്മൾ കണ്ടു, ഫുള്ളായിട്ട് വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന ബ്ലൗസ്. പ്രൈസ് റേഞ്ച് സെയിം ആട്ടോ. ഈ 2 സാരി നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് 16,000 റേഞ്ചിലാണ്. ഇതാണ് അതിൻ്റെ സാരിയുടെ ഓപ്പൺ ആയിട്ടുള്ള ലുക്ക്. ഇതിപ്പം നമുക്ക് ബ്രൈഡ്സിന് മാത്രമല്ല കേട്ടോ, ബ്രൈഡ്സിന് ബ്രൈഡൽ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കസിൻസിൻ്റെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഫ്രൈഡിൻ്റെ അമ്മയ്ക്ക് ഒക്കെ ഉടുക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. ഒത്തിരി ഹെവി ആയിട്ട് നിൽക്കാത്ത സാരികൾ പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കോഡ് വന്നിരിക്കുന്നത് SME 118 and 119, പ്രൈസ് ടാഗ് 16,839.